ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 3 വീഡിയോകളിലായിട്ട് കമ്പനി അക്കൗണ്ട്സ് ഡിസ്കസ് ചെയ്യുകയായിരുന്നു. ഇത് കമ്പനി അക്കൗണ്ട്സിന്റെ 4ാമത്തെ വീഡിയോ ആണ്. നമുക്കൊരു ബേസിക് ക്വസ്റ്റ്യനിൽ നിന്ന് തുടങ്ങാം. Delimited invited application for 1000 equity shares at ₹50 each, which are payable as on application ₹20, on allotment ₹10, and first and final call ₹20. The company received application for 1200 shares. The directors accepted application for 1000 shares and rejected the rest. Show journal entries if the company refunded the application money to the rejected applicants and allotment money was received for 800 shares. Company invite ചെയ്തിരിക്കുന്നത് 1000 equity sharesനുള്ള application ആണ്. പക്ഷേ application received for 1200 shares. But directors decided to allot only 1000 shares and rejected the rest. അതായത് 1200 1000 ഷെയർസിന് മാത്രമേ അലോട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കി 200 ഷെയർസിന്റെ ആപ്ലിക്കേഷൻസ് റിജക്ട് ചെയ്തു. And the company refunded the application money to the rejected applicant. And allotment money was received only for 800 shares. 1000 ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുത്തെങ്കിലും അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്തപ്പോൾ 800 ഷെയർസിന്റെ അലോട്ട്മെന്റ് മണിയെ കിട്ടിയുള്ളൂ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡേറ്റ്സ് ഒന്നും തന്നിട്ടില്ല. നമ്മളൊരു ജേണൽ കൺസ്ട്രക്ട് ചെയ്യാണ്. 5 കോളം. ആദ്യം ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. എത്ര ഷെയർസ് മുതൽ ടു ഷെയർ ആപ്ലിക്കേഷൻ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ. വെച്ചിട്ട് ആപ്ലിക്കേഷൻ മണി ₹20. 1200 × 20 എന്ന് പറയുമ്പോൾ 24,000 റുപ്പീസിന്റെ നമുക്ക് ആപ്ലിക്കേഷൻ മണി ആയിട്ട് കിട്ടി. ഷെയർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ 24,000. ഓക്കെ, ഇനി നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കുന്നത് 1000 ഷെയർസ് മാത്രമേ അലോട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഷെയർ ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റണം. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ. എത്ര ഷെയറിൻ്റെത്? 1000 ഷെയർ. 1000 × 20 എത്രയാണ്? 20,000. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ 20,000 ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മൾ മാറ്റുന്നത് 20,000 മാത്രമാണ്. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ 20,000 ടു ഷെയർ ക്യാപിറ്റൽ 20,000. ബാക്കിയുള്ളത് എമൗണ്ട് നമ്മൾ ബാക്കി 200 ആപ്ലിക്കേഷന്റെ എമൗണ്ട് റീഫണ്ട് ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ ഇതിന്റെ കൂടെ തന്നെ എൻട്രി ഇടാം, ടു ബാങ്ക് എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ 24,000 ടു ഷെയർ ക്യാപിറ്റൽ 20,000 ടു ബാങ്ക് 4,000. അല്ലെങ്കിൽ നമുക്ക് വേറൊരു എൻട്രി ഇടാം, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നത് 4,000 റുപ്പീസിനാണ് റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നത്. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് 4,000. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ആപ്ലിക്കേഷൻ മണി കിട്ടി 1200 ഷെയർസിന്. 1200 × 20 24,000. പക്ഷെ 1000 ഷെയർസ് മാത്രമേ നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആ എമൗണ്ട് മാത്രം ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റും. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ 1000 × 20. ബാക്കിയുള്ള 200 ഷെയറിന്റെ അത് എക്സസ് ആപ്ലിക്കേഷൻ ആണ്. അതിന്റെ എമൗണ്ട് റീഫണ്ട് ചെയ്ത് കൊടുത്തു. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് 4,000. ഓക്കെ, ഇനി അലോട്ട്മെന്റ് മണി ഡ്യൂ ആക്കി. 10 രൂപ വെച്ചിട്ട് അലോട്ട്മെന്റ് മണി ഡ്യൂ ആക്കണം. അലോട്ട്മെന്റ് മണി ഡ്യൂ ആക്കണമെങ്കിൽ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ. എത്രയാണ് അലോട്ട്മെന്റ് മണി? 10 രൂപ വെച്ചിട്ട്. എത്ര ഷെയർ മേല്? 1000 ഷെയർ മേല്. 1000 × 10 എന്ന് പറയുമ്പോൾ 10,000. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു
ഷെയർ ക്യാപിറ്റൽ. ഇനി അലോട്ട്മെന്റ് മണി റിസീവ് ചെയ്യണം, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. പക്ഷെ അലോട്ട്മെന്റ് മണി കിട്ടുമ്പോൾ നമ്മൾ 800 ഷെയറുമേൽ മാത്രമേ അലോട്ട്മെന്റ് മണി കിട്ടിയുള്ളൂ. അപ്പൊ 800 into 10 എന്ന് പറയുമ്പോൾ 8000 rupees മാത്രമാണ് അലോട്ട്മെന്റ് മണി കിട്ടിയുള്ളൂ. 800 into 10 8000. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ബാക്കിയുള്ളത് കിട്ടിയില്ല, അതാണ് കോൾസ് ഇൻ അരിയർ. കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെപ്റ്റർ. എത്രയാണ് കിട്ടാത്തത്? 200 ഷെയറുമേൽ 10 രൂപ വെച്ചിട്ട് 2000 രൂപ ലഭിച്ചില്ല. ടു എന്താണ്? ടു ഷെയർ അലോട്ട്മെന്റ്. എത്രയാണത്? 10,000. ഓക്കെ. ഫൈനൽ കോള് റിസീവ് ചെയ്തോ ഇല്ലേ എന്നുള്ളതിനെ പറ്റിയിട്ട് പറയുന്നില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇ ലിമിറ്റഡ് ഇഷ്യൂഡ് 1000 equity shares of is 100 each and 100 preference shares of rupees 10 each. The share capital was to be calculated as under equity shares, preference shares. On application rupees 25, on allotment rupees 20, on first call rupees 30, on final call rupees 25. 1000 equity shares ആണ്. 25 രൂപ, 20 രൂപ, 30 രൂപ, 25 രൂപ. അപ്പോൾ എത്രയായി? 25 plus 20 45, 45 plus 30 75, 75 plus 25 100. And the allotment preference shares 2 3 2 3. അപ്പോൾ 10 രൂപ. preference shares 10 രൂപ വെച്ചിട്ടാണ്. ഓക്കെ. ഇനി all these shares were subscribed. The 1000 shares, the 100 preference shares. എല്ലാം സബ്സ്ക്രൈബ് ചെയ്തു. ഫൈനൽ കോൾ വാസ് റിസീവ്ഡ് ഓൺ 800 equity shares and 90 preference shares. ഫൈനൽ കോൾ ആയപ്പോഴും 1000-ൽ 800 ഷെയർസിന്റെ ഫൈനൽ കോളേ കിട്ടിയുള്ളൂ. പ്രിഫറൻസ് ഷെയർസിൽ 100 ഷെയർസിൽ 90 പ്രിഫറൻസ് ഷെയർസിന്റെ എമൗണ്ട് മാത്രമേ ഫൈനൽ കോൾ റിസീവ് ചെയ്തുള്ളൂ. പ്രിപ്പയർ ക്യാഷ് ബുക്ക് and journalize the remaining transaction in the books of the company. Okay. നമുക്ക് ആദ്യം ഒരു ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാം. കമ്പനിയുടെ പേരെന്താണ്? ഇ ലിമിറ്റഡ്. ഇ ലിമിറ്റഡ്. In the books of ഇ ലിമിറ്റഡ് പ്രിപ്പയർ ചെയ്യുന്നത് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് ആകുമ്പോൾ നമുക്കൊരു 4 കോളം മതി. പെർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, 4 കോളംസ്. ഓക്കെ. അപ്പോൾ ആദ്യം എന്താണ്? നമുക്ക് ആപ്ലിക്കേഷൻ മണി കിട്ടി. 1000 ഷെയർസുമേൽ 25 രൂപ കിട്ടി. ഇക്വിറ്റി ഷെയർസുമേൽ പ്രിഫറൻസ് ഷെയർസുമേലും കിട്ടി. അപ്പോൾ നമുക്ക് ആദ്യം ആപ്ലിക്കേഷൻ മണി. നമ്മൾ ഈ സൈഡിൽ എല്ലാ റെസീപ്റ്റ്സ് ആണ് എഴുതുക. ഈ സൈഡിൽ എഴുതുന്നത് റെസീപ്റ്റ്സും ഈ സൈഡിൽ പേയ്മെന്റ്സും. ക്യാഷ് ബുക്ക് ആണ്. ടു ഇക്വിറ്റി ആപ്ലിക്കേഷൻ. ഇക്വിറ്റി ആപ്ലിക്കേഷൻ എത്രയാണ്? 1000 into 25, 25,000. ഇനി ടു preference application. To preference application. പ്രിഫറൻസ് 100 ഷെയർ ആണ്. 100 ഷെയറിന് 2 രൂപ, 200 രൂപ. To equity application to preference application. ഇനി അലോട്ട്മെന്റ് മണി എല്ലാം കിട്ടി. ഫൈനൽ കോൾ ആകുമ്പോഴാണ് കിട്ടാതിരുന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ എമൗണ്ടും കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ടു
equity allotment to preference allotment. Equity allotment 20 രൂപ, 1000 into 20, 20,000. Preference allotment 100 into 3, 300. ഇനി നമുക്ക് ഫസ്റ്റ് കോൾ, ഫൈനൽ കോളിൽ മാത്രമാണ് അരിയേഴ്സ് വരുത്തിയുള്ളൂ. ഓക്കെ, ടു ഇക്വിറ്റി ഫസ്റ്റ് കോൾ. ഇക്വിറ്റി ഫസ്റ്റ് കോൾ എത്ര രൂപ? ഫസ്റ്റ് കോള് 30 രൂപ, 1000 into 30, 30,000. Then to preference first call, preference first call 100 into 2, 200. ഇനി ഫൈനൽ കോൾ ആണ്. ഫസ്റ്റ് കോൾ കഴിഞ്ഞ ഫൈനൽ കോൾ. ഫൈനൽ കോൾ ആകുമ്പോഴാണ് final call was received on 800 equity shares. 800 into 25 to equity final call. Then to preference final call. Preference final call കിട്ടിയത് 90 ഷെയർസ് മുതലാണ്. 90 into 3 എന്ന് പറയുമ്പോൾ 270. ഓക്കെ, ക്യാഷ് ബുക്കായി. ഇനി ഇത് ടോട്ടൽ ചെയ്യുക, എന്നിട്ട് ബൈ ബാലൻസ് ക്യാരി ഡൗൺ, ജസ്റ്റ് ഇത് വെച്ച് ടോട്ടൽ ചെയ്യാം, എന്നിട്ട് ബാലൻസ് ചെയ്യാം. അപ്പോൾ ക്യാഷ് ബുക്ക് അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ജേണലിലേക്ക് പോവാം. ജേണൽ, ഡെബിറ്റ്, ക്രെഡിറ്റ്. ഓക്കെ, അപ്ലിക്കേഷനുമായി റിസീവ് ചെയ്തത് ക്യാഷ് ബുക്കിൽ എൻട്രി ഇട്ടു, പിന്നെ അതിന് ജേണൽ വേണ്ട. അപ്ലിക്കേഷൻ റിസീവ് ചെയ്തതിന് ജേണൽ എൻട്രി വേണ്ട. ഇനി അലോട്ട്മെന്റ് മണി ഡ്യൂ ആവുന്നതിന് എൻട്രി വേണം. എന്താണ്? അക്കൗണ്ട് ഡെറ്റർ, പ്രിഫറൻസ് അലോട്ട്മെന്റ്, അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ക്യാപിറ്റൽ ടു പ്രിഫറൻസ് ക്യാപിറ്റൽ. ഓക്കെ, ഇക്വിറ്റി അലോട്ട്മെന്റ് എത്രയാണ്? ഇക്വിറ്റി അലോട്ട്മെന്റ് 20 രൂപ, 1000 into 20, 20,000. ഓക്കെ, എല്ലാം ഡ്യൂ ആയതാണ്. 20,000 എല്ലാം റിസീവ് ചെയ്താണ്. ഇത് എത്രയായിരുന്നു? 300. ഫ്രണ്ട്സ് അലോട്ട്മെന്റ് 300. ഇവിടെ അല്ല, ഈ കുളത്തിൽ 300 to equity capital 20,000 to preference capital 300. Okay, ഇനി അടുത്ത എൻട്രി ഫസ്റ്റ് കോള് ഡ്യൂ ആവുന്നതാണ്. റിസീപ്റ്റിനൊക്കെ നമ്മൾ ക്യാഷ് ബുക്കിൽ എൻട്രി ഇട്ട് കഴിഞ്ഞു. ഫസ്റ്റ് കോൾ ഡ്യൂ ആവുന്നു. ഇക്വിറ്റി ഫസ്റ്റ് കോൾ, അക്കൗണ്ട് ഡെറ്റർ, പ്രിഫറൻസ് ഫസ്റ്റ് കോൾ, അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ക്യാപിറ്റൽ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ.
ക്യാപിറ്റൽ. ഓക്കെ, എമൗണ്ട് നമുക്ക് ഇവിടെ നിന്ന് അറിയാം 30,000 200. ഇക്വിറ്റി ഫസ്റ്റ് കോൾ 30,000, പ്രിഫറൻസ് ഫസ്റ്റ് കോൾ 200 to equity capital 30,000 to preference capital 200. ഓക്കെ, ഇനി ഫസ്റ്റ് കോൾ, ഇനി ഫൈനൽ കോൾ ഡ്യൂ ആവുന്നു. ഇക്വിറ്റി ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ പ്രിഫറൻസ് ഫൈനൽ കോൾ account debtor to equity share capital to preference share capital, to equity share capital to preference share capital. Okay, final call 1000 into 25 on 1000 into 25 25,000 1000 into 25 25,000 കോളത്തിലെല്ലാം 25,000. പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോള് നമ്മൾ ഡ്യൂ ആയത് 100 ഷെയർസ് ഇൻറ്റു 3 100 ഇൻറ്റു 3 300 ഡ്യൂ ആയത് 300 ആണ്. ഓക്കെ, ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 25,000 ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 300. ഓക്കെ, ഇനി റിസീവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് എമൗണ്ട് കിട്ടിയില്ല. ഓക്കെ, അത് കോൾസ് ഇൻ അരിയർ. account debtor to equity final call ആണ് നമുക്ക് കിട്ടാത്തത്, കോൾസ് ഇൻ അരിയറിലേക്ക് മാറ്റണം. to equity final call to preference final call, to equity final call to preference final call. നോക്കാം എത്രയാണ് ഇക്വിറ്റി ഫൈനൽ കോൾ നമുക്ക് കിട്ടാത്തത്. 1000 ഷെയർസിൽ 800 ഷെയർസിന്റെ മാത്രമേ കിട്ടിയുള്ളൂ, 800 ഷെയർസിന്റെ മാത്രം. അപ്പോൾ 200 ഷെയർസിന്റെ ഫൈനൽ കോൾ കിട്ടിയില്ല. ഓക്കെ, 200 ഇൻറ്റു എത്രയാണ് 25, 200 ഇൻറ്റു 50,000 അല്ല 5,000, 200 ഇൻറ്റു 25 എന്ന് പറയുമ്പോൾ 5,000. അപ്പോൾ ഇക്വിറ്റി ഫൈനൽ കോൾ ഈ കോളത്തിൽ 5,000. പ്രിഫറൻസ് ഫൈനൽ കോൾ കിട്ടാത്തത് 90 പ്രിഫറൻസ് ഷെയർസിൻ്റെ ഫൈനൽ കോൾ കിട്ടി, 10 ഷെയർസിൻ്റെത് കിട്ടിയില്ല. അപ്പോൾ 10 ഇൻറ്റു 3 rupees 30 rupees, കിട്ടാത്തത് 30 rupees. അപ്പോൾ മൊത്തം കോൾസ് ഇൻ അരിയർ 5,030. in the books of E Limited. ആപ്ലിക്കേഷൻ മണി മുഴുവൻ കിട്ടി. 1000 ഷെയർസുമ്മൽ 25 രൂപ വെച്ചിട്ട് 25,000 rupees കിട്ടി. ഇതിമേൽ 100 ഷെയർസുമ്മൽ 2 rupees വെച്ചിട്ട് 200 rupees കിട്ടി. അലോട്ട്മെന്റ് മുഴുവൻ കിട്ടി 1000 into 20 20,000 കിട്ടി. ഇവിടെ 100 into 3 300 കിട്ടി. ഫസ്റ്റ് കോള് 1000 into 3 30,000 കിട്ടി. ഇവിടെ 100 into 2 200 കിട്ടി. ഫൈനൽ കോൾ എത്തിയപ്പോൾ നമുക്ക് മുഴുവൻ എമൗണ്ട് കിട്ടിയില്ല, 800 ഷെയർസുമിൽ കിട്ടിയുള്ളൂ. 825 നമുക്ക് കിട്ടിയത് 20,000 rupees. ഇതിൻ്റെ പ്രിഫറൻസ് ഷെയർസിൻ്റെ ഫൈനൽ കോൾ കിട്ടിയത് 90 പ്രിഫറൻസ് ഷെയർസ് ഇൻറ്റു 3 270 rupees ആണ് ഫൈനൽ കോള് കിട്ടിയത്. ജേണൽ എൻട്രീസ് ക്യാഷ് ട്രാൻസാക്ഷൻസിന് നമ്മൾ ജേണൽ പാസ് ചെയ്യുന്നില്ല, ഓൾറെഡി നമ്മൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ക്യാഷ് ഇൻവോൾവ് അല്ലാത്ത ട്രാൻസാക്ഷൻസിനാണ് ജേണൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തതിന് നമുക്ക് ജേണൽ വേണ്ട, അത് ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്തതാണ്, ബാങ്ക് ആയിട്ട് റിസീവ് ചെയ്തതാണ്. ഓൾറെഡി എൻട്രി ഇട്ടു. അലോട്ട്മെന്റ് മണി ഡ്യൂ ആയതിന് എൻട്രി ഇടണം. ഇക്വിറ്റി അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ, പ്രിഫറൻസ് അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഫസ്റ്റ് കോൾ ഡ്യൂ ആയി ഇക്വിറ്റി ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ, പ്രിഫറൻസ് ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ.
ഫൈനൽ കോൾ ഡ്യൂ ആയി ഇക്വിറ്റി ഫൈനൽ കോൾ അക്കൗണ്ട് അറ്റ് പ്രിഫറൻസ് ഫൈനൽ കോൾ അക്കൗണ്ട് അറ്റ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഇനി കിട്ടാത്ത എമൗണ്ട് ഉണ്ട്. ഇതിന്മേൽ ഒരു 200 ഷെയറുമ്മേൽ ഫൈനൽ കോൾ റിസീവ് ചെയ്തിട്ടില്ല. 200 × 25 എന്ന് പറയുമ്പോൾ 5000 റുപ്പീസ് കിട്ടിയില്ല. അതേപോലെ 10 ഷെയർസുമ്മേൽ പ്രിഫറൻസ് ഷെയർസുമ്മേൽ കിട്ടിയില്ല. 10 × 3 rupees 30 rupees. അപ്പോൾ കോൾസ് ഇൻ അരിയർ 5030. ഓക്കെ, ബാലൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക് യു.